ഒരു ചെറിയ ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. ഒരു മനുഷ്യൻ ലഹരി ഉപയോഗിക്കുന്ന ആളാകാം, പിന്നീട് ലഹരി വിൽക്കുന്ന ആളാകാം. പക്ഷേ എങ്ങനെയാണ് ചില കേസുകളിൽ അതേ കഥ പിന്നീട് തട്ടിപ്പിലേക്കും ബ്ലാക്ക്മെയിലിലേക്കും ഒടുവിൽ കൊലപാതകം പോലുള്ള വലിയ കുറ്റകൃത്യങ്ങളിലേക്കും മാറുന്നത്? ഇതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇതൊരു കേസിൻ്റെ കഥയല്ല, ഇതൊരു വ്യക്തിയുടെ കഥയുമല്ല. ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ചില സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ വലിയ ചർച്ചയായ ഒരു ലഹരി കേസ് നമ്മളെ വീണ്ടും ഈ ചോദ്യത്തിലേക്ക് കൊണ്ടുവന്നു. ഒരു അധ്യാപിക, സമൂഹം വിശ്വസിക്കുന്ന ഒരു തൊഴിൽ, കുട്ടികൾക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ട ഒരാൾ, അവരെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ പലരും ഒരു ചോദ്യം ചോദിച്ചു: ഇതെങ്ങനെ സംഭവിക്കും? പക്ഷേ ആ ചോദ്യം അവിടെ അവസാനിക്കുന്നില്ല. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥർ പലപ്പോഴും പറയുന്നത് ഒരു കാര്യമുണ്ട്: ലഹരി പല കേസുകളിലും അവസാനമല്ല, ചിലപ്പോൾ അത് തുടക്കമാണ്. ഒരു കേസ് അവസാനിക്കുമ്പോൾ മറ്റൊരു കേസ് തുടങ്ങുന്നു. പത്രം തുറക്കുമ്പോൾ നമ്മൾ ഒരു വാർത്ത മാത്രം കാണും: ലഹരി കേസ്. 2 ദിവസം കഴിഞ്ഞാൽ വാർത്ത: വമ്പൻ സാമ്പത്തിക തട്ടിപ്പ്. അടുത്തയാഴ്ച ദുരൂഹ മരണം, പിന്നെ കൊലപാതകം. ആദ്യ നോട്ടത്തിൽ ഇവ തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് തോന്നും. പക്ഷേ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ചില കേസുകളിൽ പുറത്തുവരുന്ന വിവരങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. പലരും കരുതുന്നത് ലഹരിയുടെ ഏറ്റവും വലിയ അപകടം ആരോഗ്യ പ്രശ്നങ്ങളാണെന്നാണ്. അത് ശരിയാണ്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കാഴ്ചപ്പാടിൽ മറ്റൊരു അപകടവുമുണ്ട്. ലഹരി ഒരാളെ കുറ്റകൃത്യങ്ങളുടെ ലോകവുമായി പരിചയപ്പെടുത്താൻ ഇടയാക്കും. ഇവിടെ വീണ്ടും പറയട്ടെ, എല്ലാവരും അങ്ങനെയാകുമെന്ന് പറയുന്നില്ല. പക്ഷേ ചില കേസുകളിൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആദ്യം പരിചയപ്പെടുന്ന ഒരു ആളെ, പിന്നീട് ആ ആളിലൂടെ മറ്റൊരാളെ, അങ്ങനെയൊരു വലയം രൂപപ്പെടുന്നു. അവിടെ എല്ലാവരും ഒരേ കുറ്റകൃത്യം ചെയ്യുന്നവരല്ല. ഒരാൾ പണം നോക്കും, മറ്റൊരാൾ വാഹനം, മറ്റൊരാൾ ബന്ധങ്ങൾ, മറ്റൊരാൾ വിവരങ്ങൾ. അങ്ങനെ ഒരു ചെറിയ കൂട്ടം രൂപപ്പെടും. പുറത്തുനിന്ന് നോക്കിയാൽ സാധാരണ സുഹൃത്തുക്കൾ പോലെ തോന്നും. പക്ഷേ അന്വേഷണത്തിൽ ചിലപ്പോൾ ചിത്രം മാറും. കഴിഞ്ഞ ദിവസം കേരളത്തിൽ ചർച്ചയായ കേസ് നമ്മളെ വീണ്ടും ഒരു കാര്യം ഓർമ്മിപ്പിച്ചു: ലഹരി എന്നത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, അത് ചിലപ്പോൾ വലിയ അന്വേഷണങ്ങളുടെ തുടക്കമാകാം. ലഹരിയുമായി ബന്ധപ്പെട്ട ചില കേസുകളിൽ പിന്നീട് എന്തുകൊണ്ടാണ് ബ്ലാക്ക്മെയിലും സാമ്പത്തിക തട്ടിപ്പും ദുരൂഹ മരണങ്ങളും കൊലപാതകങ്ങളും വരെ ഉയരുന്നത്? അത് വെറും യാദൃച്ഛികമോ, അല്ലെങ്കിൽ അതിന് പിന്നിൽ മറ്റൊരു മനഃശാസ്ത്രമുണ്ടോ? ഒരു ലഹരി കേസ് പുറത്തു വന്നു. പോലീസ് അന്വേഷണം തുടർന്നു. ആദ്യം എല്ലാവരും കരുതുന്നത് ഇത് സാധാരണ ലഹരി കേസ് മാത്രമായിരിക്കും. പക്ഷേ ദിവസങ്ങൾ കടന്നുപോകും, അന്വേഷണം മുന്നോട്ട് പോകും, പിന്നെ വാർത്തകൾ മാറാൻ തുടങ്ങും. ഇത് ലഹരിയിൽ മാത്രം അവസാനിക്കുന്ന കഥയല്ല. ചില കേസുകളിൽ അതിനപ്പുറത്തുള്ള കുറ്റകൃത്യങ്ങളും പുറത്തു വരാൻ തുടങ്ങും. വലിയ കുറ്റകൃത്യങ്ങൾ പലപ്പോഴും ഒറ്റയ്ക്ക് നടക്കാറില്ല. ഒരു കുറ്റകൃത്യം മറയ്ക്കാൻ മറ്റൊരു കുറ്റകൃത്യം, ഒരു രഹസ്യം മറയ്ക്കാൻ മറ്റൊരു നുണ, ഒരു നുണ മറയ്ക്കാൻ മറ്റൊരു ഭീഷണി. അങ്ങനെ അങ്ങനെ ചില കേസുകളിൽ കാര്യങ്ങൾ നിയന്ത്രണം വിട്ടുപോകുന്നു. ഇത് എല്ലാ കേസുകളിലും സംഭവിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ വലിയ വാർത്തകളായ ചില അന്വേഷണങ്ങളിൽ സമാനമായ സംഭവവികാസങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ചില കേസുകളിൽ കൊലപാതകം വരെ സംഭവിക്കുന്നത്? ചില വലിയ കേസുകളിൽ അന്വേഷണ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട്. പണം പങ്കിടുന്നതിലെ തർക്കം, പരസ്പര അവിശ്വാസം, ഒരാൾ പോലീസിന് വിവരം നൽകുമെന്ന ഭയം, രഹസ്യങ്ങൾ പുറത്തു വരുമെന്ന ആശങ്ക, സാമ്പത്തിക തർക്കങ്ങൾ. ഇവയൊക്കെയാണ് ചില കേസുകളിൽ ആക്രമണത്തിലേക്ക് നയിച്ചതായി അന്വേഷണങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ സ്ത്രീകളുടെ പേരുകൾ കൂടുതലായി കേൾക്കുന്നില്ലേ? സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സ്ത്രീകൾ ഉൾപ്പെട്ട കേസുകൾ നിരവധി നാം വാർത്തകളിൽ കേൾക്കാറുണ്ട്. എന്നാൽ സ്ത്രീകൾ ഉൾപ്പെടുന്ന കേസുകൾക്ക് മാധ്യമങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നതുകൊണ്ടാകാം ഒരുപക്ഷെ സമൂഹത്തിൽ അങ്ങനെയൊരു ചിന്താഗതി വളർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ വലിയ ചർച്ചയായ കേസ് വീണ്ടും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. പുറത്തു കാണുന്നത് മാത്രമല്ല മുഴുവൻ കഥ. ഒരു അറസ്റ്റ് നടക്കും, പിന്നീട് അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടം തുടങ്ങും. ഫോൺ പരിശോധിക്കും, സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കും, ബന്ധങ്ങൾ പരിശോധിക്കും. അവിടെയാണ് ചിലപ്പോൾ പുതിയ കഥകൾ തുറക്കുന്നത്. ഈ കേസിലും അന്വേഷണം തുടരുകയാണ്. അതിനാൽ അന്തിമ നിഗമനങ്ങൾ പറയാൻ സമയമായിട്ടില്ല. പക്ഷേ ഈ കേസ് വീണ്ടും സമൂഹത്തോട് ഒരു കാര്യം ചോദിക്കുന്നു: ഒരു ചെറിയ വാർത്തയുടെ പിന്നിൽ ഇനിയും എത്ര കഥകളാണ് ഒളിഞ്ഞിരിക്കുന്നത്? ഒരു കുട്ടി മാതാപിതാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അധ്യാപകരോടൊപ്പമാണ്. അതിനാൽ അധ്യാപകരെക്കുറിച്ചുള്ള ഏതൊരു ഗുരുതരമായ ആരോപണവും സമൂഹത്തെ കൂടുതൽ ആശങ്കപ്പെടുത്തും. എന്നാൽ അതോടൊപ്പം മറ്റൊരു കാര്യവും ഓർക്കണം: ഒരു വ്യക്തിക്കെതിരായ ആരോപണത്തെ മുഴുവൻ അധ്യാപക സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുന്നത് തെറ്റാണ്. കേരളത്തിൽ ആയിരക്കണക്കിന് അധ്യാപകർ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നു. അതിനാൽ ചില വ്യക്തികളുടെ പേരിൽ മുഴുവൻ തൊഴിൽ മേഖലയെയും വിലയിരുത്താൻ പാടില്ല. ഇന്നത്തെ വീഡിയോ അവസാനിക്കുമ്പോൾ ഒരു ചോദ്യം മാത്രം നിങ്ങളോട് ചോദിക്കാം: ലഹരിക്കെതിരായ പോരാട്ടം പോലീസിൻ്റെ മാത്രം ഉത്തരവാദിത്തമോ, അല്ലെങ്കിൽ ഓരോ കുടുംബത്തിൻ്റെയും, ഓരോ സ്കൂളിൻ്റെയും, ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മളിൽ ഓരോരുത്തരും കണ്ടെത്തേണ്ടതാണ്. നന്ദി.